നമ്മൾ ചെങ്ങറയിൽ വന്നു. ചെങ്ങറ വന്നില്ല. നമ്മളൊരു എസ്റ്റേറ്റ് പേരെന്തോ സോളാർ വൈദ്യുതി വേലി കേട്ടോ. കരണ്ടടിക്കും. തുറന്നോ പോയി തുറന്നോ ഏമേ ആ കമ്പിയപ്പോ തുറന്നോ കരണ്ടടിക്കും. ഗൈസ് നമ്മൾ ചെങ്ങറ വന്നിരിക്കുകയാണ്. ചെങ്ങറ അതൊക്കെ കൈതച്ചക്ക എസ്റ്റേറ്റ് ആണ്. കൈതച്ചക്ക എസ്റ്റേറ്റ് എന്താണ് പറയാനുള്ളത്? കൈതച്ചക്ക എസ്റ്റേറ്റ് കാണാൻ വന്നേക്കോ ഞങ്ങളിവിടെ. അതെ, ഒരു പിടിയില്ല. നല്ല രസമാണ് കാണാൻ. പിടിക്കില്ലേ കരണ്ടടിക്കുന്നേ. ഇത് സമാധാനം ഇവിടെ. ഇങ്ങനൊക്കെ മല കയറി വരണം, മനസ്സിലായി? സമാധാനം കിട്ടണമെങ്കിൽ ഈ തിരക്കും. അതെ, വല്ലാതെ തിരിച്ചിട്ടേക്കും. അത് വല്ലാതെ കിടക്കണം. ഗൈസ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരണം. അവിടെ മുമ്പോ അതെന്തോ ഇത് കാണിക്കാതെ വെയിറ്റ് കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ചെങ്ങറ വരണം എന്നുള്ള. ഇപ്പം അതൊക്കെ സാധ്യമായി. ഞങ്ങൾ മലയാളപ്പുഴ അമ്പലത്തിൽ പോയായിരുന്നു. മലയാളപ്പുഴ അമ്പലത്തിൽ നിന്ന് അവിടെ 5 കിലോമീറ്റർ ഉണ്ട് ഉള്ളു ഇങ്ങോട്ട് ചെങ്ങറയിലോട്ട്. ഇവിടെ കുറേ ഉണ്ട്. ഇത് വ്യൂ പോയിൻ്റ് ചെങ്ങറയുടെ. വേറെണ്ടൊക്കെ ഉണ്ട്, അതെല്ലാം പോയി നോക്കണം. ഇപ്പം ഞങ്ങൾ വ്യൂ പോയിൻ്റ് വന്നിരിക്കുക, കാണിക്കാം. എന്ത് രസമാണ് ഇവിടെയൊക്കെ. ആനയൊക്കെ ഇറങ്ങുന്ന എന്നാ പറഞ്ഞ കേട്ടോ, പക്ഷെ രാവിലെ ഇന്ന് ഇറങ്ങത്തില്ലേ. ഇപ്പം സമയം എത്രയാമേ? 10 മണിയല്ലേ? രാവിലെ 4 ജോലിക്ക് വന്നു 10 മണിക്ക് വരെ. അവിടെ വീടൊക്കെ കണ്ട അടിപൊളി. ഇവിടൊക്കെ വന്ന് വീട് വെക്കണം. അടിപൊളി. ആറല്ലേ ആണ് അടിപൊളി. ഇടത്തൊരു വീടാണോ മറ്റേ പമ്പോസും അല്ലോ. പക്ഷെ ഇവിടൊക്കെ എപ്പോഴും വന്ന് ഇരിക്കാൻ പറ്റത്തില്ല. ആനയോ ചേനയൊക്കെ എപ്പോഴും ഇറങ്ങാൻ പറയാൻ പറ്റത്തില്ല. ജോലിക്കാരുടെ വീടായിരിക്കും. തിരിച്ചു വരുമ്പോ ആ വണ്ടിയൊക്കെ ആനയൊക്കെ അഹങ്കാരം എന്റെ കരുന്നാക്കൊന്ന് എയറോപ്ലെയിന് പേടിച്ചു. പിന്നെ ആന മുരളന്ന് ആന നമ്മൾ ഓടും, ഇത്രേ ഉള്ളൂ. ആന വരത്തുകൊണ്ട് ആൾക്കാരെ കഴിക്കുന്നുണ്ട്. താഴെ കണ്ടു. കൈസ് നിങ്ങൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തിലേക്ക് കാണാൻ വരണം, മനസ്സിലായോ? എനിക്കും പോണ്ട, എന്തിനും പോണ്ട. ഞങ്ങൾ ഇറങ്ങി. അതെ, ഇവിടുന്ന് ഇത് വഴി എവിടെ എത്തുന്നൊരു പിടിയില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? പോയി നോക്കിയാൽ കണ്ടുപിടിക്കാം. അങ്ങനല്ല, കണ്ടുപിടിക്കാം. നമുക്കറിയാൻ വയ്യാത്തൊരു സ്ഥലം, പക്ഷെ അതിന്റെ എന്റെ ഏത് സ്ഥലം ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണും. പിന്നെ ചിലതെല്ലാം ആക്യുറേറ്റ് ആണോന്നല്ല, തീരത്തില്ല. ഇങ്ങനെ പോവാണ്. ഇപ്പൊ എവിടെയൊക്കെ എൻ്റെ കാണും. എൻ്റെ അല്ല, ചിലപ്പോ എവിടെയും ചെല്ലുന്ന ചാടുമായിരിക്കും. ഇവിടെ താമസമില്ലെന്ന് തോന്നിക്കുന്നു. ആ കുറച്ച് ഭാഗമേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും താമസമില്ല. ഇതൊരു വ്യൂ പോയിന്റ് ആമേ. അത് ഇങ്ങനെ താഴെ ഉണ്ടാ കുറച്ചകത്തേ ഉള്ളൂ താമസം. ആകാശമൊക്കെ നോക്കും, അടിപൊളി. സാധാരണ നമ്മള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മഴ പെയ്യുന്നത്. കുടുംബണ്ണ എസ്റ്റേറ്റ് കാണാൻ പോയത്. ചെന്നപ്പം കുടിഞ്ഞ മഴ. അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാം. കടിച്ചു കളയാൻ? അത് കളയാം. കത്രിയോ? ഗൈസ്, അപ്പൊ നമ്മള് അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. വിശക്കുന്നു ഇവിടെ. ഗൈസ്, നമ്മൾ അടവിയിൽ വന്നിരിക്കുകയാണ്. അടവിൽ യാ എന്തോ ആദ്യമായിട്ട് വരികയാണ്. കുറെ ആളുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് അടവിൽ പോകണം. ഇടയ്ക്ക് ഫോണും നോക്കാൻ പോകുന്നു. അങ്ങണ്ട ഞങ്ങൾ കണ്ട് ഇത് പോകാതിരിക്കാൻ വേണ്ടി. പോകാതിരിക്കുന്ന പറയുമ്പോൾ ചില സമയങ്ങളിൽ റെസ്ട്രിക്ഷൻ കാണാൻ പോകാതിരിക്കാൻ വേണ്ടി. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം. ആൾക്കാരെ കണ്ട. ഐസ് ഞങ്ങളുടെ മാമനും
ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ എപ്പോഴും വരുന്ന സ്പോട്ടായത്. ഇവിടെ സാധാരണ വെള്ളമില്ലാത്തതാണ്. ഇപ്പം നല്ല വെള്ളമുണ്ട്, മഴക്കാലമൊക്കെ ഉണ്ട്. നേരത്തെ ഇവിടെ ഇത് വീതി കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുമായിരുന്നു, വെള്ളം കുറവായിരുന്നു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കൂടി. അങ്ങോട്ട് തണ്ണിത്തോടൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ തണ്ണിത്തോട് അവിടെ കുറേ ഭാഗമൊക്കെ ഉണ്ട്, എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അവിടെ ആ ഭാഗത്ത്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പോയില്ല, അവിടെ ഒരു പ്രാവശ്യം പോകണമെന്ന് പറയുന്നതാണ്. എവിടെ വന്നപ്പോൾ ഒരു പുള്ളി ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ അവിടെ സൂപ്പർ സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവർക്ക് മനസ്സിലായി ഞങ്ങൾ തെന്നിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നേരത്തെ ഇവിടെ എല്ലാം പാറക്കല്ല് ഇങ്ങനെ പൊങ്ങിച്ച് മറ്റേ ഉരുളങ്കല്ല് പോലെ കിടക്കും. അപ്പോൾ അതിനെ വണ്ടി നമുക്ക് നടന്ന് അങ്ങ് അപ്പുറത്ത് പോവാം. ഞങ്ങളന്ന് അപ്പുറത്ത് ഇറങ്ങി അങ്ങോട്ട് അരമണി കഴിഞ്ഞപ്പോഴാണ് പ്ലാനെ ഇറങ്ങി, നല്ല ന്യൂസ് ഇറങ്ങി. അയ്യോ, ഇവിടുന്ന് ഈ പാലം, അവിടെ ഒരു പാലം ഉണ്ടേ, അവിടെ നിന്ന് ഒരു പാലത്തിന് ഒരുത്തൻ ചാവാൻ വേണ്ടി എടുത്ത് ചാവാൻ വേണ്ടിയല്ല, വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് ചാടി എന്ന് പറയുമ്പോൾ ചാടി വന്നേ. ചാടിയിട്ട് ആൾക്കാർ കണ്ടു, ആങ്കാരമല്ല കാണിച്ചേ. അവൻ ഇവിടെ വന്നിട്ട് നീ എങ്ങനെയാണ് ഇവിടെ കിട്ടിയവനെ പിടിച്ചിട്ട് പെടഞ്ഞവനെ കൊടുത്ത് ശരിക്കിട്ടവൻ അഹങ്കാരം കാണിക്കുന്നതിന്. ആ പാലത്തിന് നമ്മുടെ അടുത്ത് ചാടിയ വെള്ളത്തിലോട്ട്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പാലമുണ്ട്. നമുക്ക് കഴിച്ചിട്ട് ബാക്കി കാണിക്കാം. ഇത്ര ഉള്ള പരിപാടി. ഇനി നമ്മള് ചെങ്ങറ പോയി, ഞങ്ങൾ തൃപ്പാറ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. തൃപ്പാറ അമ്പലത്തിൽ പോയി ഇറങ്ങി. തൃപ്പാറയിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി മലയാളപ്പുഴ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ആദ്യം പ്ലാൻ ചെയ്തു. പിന്നെ മലയാളപ്പുഴ പോകാന്ന് വെച്ച് മലയാളപ്പുഴ കയറി കഴിഞ്ഞപ്പോൾ ചെങ്ങറയിൽ പോകാന്ന് വെച്ച് ചെങ്ങറ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെങ്ങറ വാട്ടർഫോളിൽ പോകാന്ന് വെച്ച് ചെങ്ങറ വാട്ടർഫോളിൽ പോകാന്ന് വെച്ചപ്പോൾ എന്നോട് അടവി വന്നു പോന്നി ഇവരെത്തി. ഞങ്ങൾ തൃപ്പാറയിൽ ഇനി നമ്മൾ ഇടുക്കി പോയാലോ? ഇടിക്കാണ് ഒറ്റ മൈനാണ് ഇപ്പൊ. എനിക്ക് വേറെ പണിയുണ്ട്. എന്നിട്ട് ഗൈസ് നമ്മൾ ഫുഡ് അടിച്ചു, എടുക്കാൻ മറന്നുപോയി. ഇപ്പോഴുള്ള ഗുണമുണ്ട്, എന്തെങ്കിലുമൊക്കെ മറന്നു കൊടുക്കാണ്. ഐസ്ക്രീം വെയിറ്റ് ചെയ്യാം. ഇത് കുക്കി ആൻഡ് ക്രീം. നമ്മൾ ഐസ്ക്രീം കയറ്റിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം. നേരെ പിടിക്കുന്നത് അച്ചുകുട്ടിനോട് ഐസ്ക്രീം തിന്നുവാണ്. എന്തോടാണ് പേര് മറന്നുപോയി. അത് താൻ കളഞ്ഞ മൊത്തം നോണ്ട കാണുന്നില്ല നിന്റെ. ഞാൻ ഇങ്ങനെ ഇരിക്കണം. ഒരു കടിത ബിസ്ക്കറ്റ് അടിയുന്നില്ല. ബസ് വരുന്നു. നിങ്ങള് ബസ് വരുന്നത് കണ്ടോ? നാട്ടിൽക്കൂടെ ബസ് വരിക. നമ്മൾ അടവി എക്കോ ടൂറിസം ആണ് വന്നിരിക്കുന്നത്. എന്തുവാ ആര് പറഞ്ഞു? ഇന്നില്ലേ? ഇത് പാസ് കാണും. ആണോ? ഇന്നില്ല. ആളുണ്ടോ? ഓക്കെ ഇല്ല, അങ്ങനെ പാസ് കാണാൻ ഞാൻ അടിക്കുന്നു. 600 രൂപ. ഒരു ദിവസം വരാം, അടുത്ത ഞായറാഴ്ച എല്ലാം വരാം. 600 മൊത്തം വായിക്കാൻ നോക്കിട്ട് വരാം. അല്ലാതെ എത്ര നോക്കും? ഒരു കാര്യം പറഞ്ഞാൽ മൊത്തം കാര്യം അന്വേഷിച്ചിട്ട് വരാവൂ. അല്ലാതെ അതേ ഉള്ളു. വേറെ എന്റെ വട്ടി കയറി കൊട്ടവഞ്ചി 600 രൂപ ചാവാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അത്രയ്ക്ക് കിടക്കോട്ട് വേണ്ട. എനിക്ക് വീടിയ 600 രൂപ കൊടുത്തേ വെള്ളത്തിൽ വീഴാൻ എനിക്ക് വയ്യ. പൈസ അപ്പോൾ നമ്മൾ പോവുകയാണ്. അല്ലല്ല വേറെ നമുക്ക് പോവാം. നമ്മൾ വീട്ടിൽ പോകണം. നമ്മൾ ഓരോരോ ഡെസ്റ്റിനേഷൻ വന്നിരിക്കുകയാണ്. ആദ്യം നമ്മൾ ചെങ്ങറയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെങ്ങറ വാട്ടർഫോൾ കാണാൻ പോയി. പക്ഷേ വാട്ടർഫോൾ കാണാൻ പറ്റാണ്. നേരെ അടവി വിട്ടു. അടവി പോയി അടവി കണ്ടു. ഇപ്പം ഞങ്ങൾ നമ്മുടെ ദേശത്തിനുള്ള നമ്മുടെ ഓമല്ലൂർ ദേശത്ത് കോട്ടപ്പാറ എന്ന സ്ഥലത്തുള്ള കോട്ടപ്പാറ എന്നുള്ളൊരു മലയിൽ കയറിയിരിക്കുകയാണ്. ഈ
കണ്ട ആ വ്യൂ കാണിക്കാവേ. ഞാൻ വീട്ടിലില്ല, വീട്ടിൽ വന്നിട്ട് വിളിക്കാമേ. നമ്മുടെ പള്ളിക്കോട് പൂങ്കാവ് ആ ഒരു ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല സ്ഥലം കിടന്നിട്ട് നമ്മള് നാട് കണ്ട് നടക്കുന്നു. മല കണ്ടപ്പോഴാണ് ഇപ്പോഴൊക്കെ വന്നാലേ ഇങ്ങനെ കാണാൻ പറ്റൂ. കുറച്ച് കഴിയുമ്പോ ഭയങ്കര വെയില. ഓമേലയും കണ്ട ഓമേലല്ലോ ഡിറ്റക്റ്റീവ്സ് ഇതിലെ കഞ്ചാവാണോ നോക്കുകയാണ്. അതൊന്നും അല്ല, വേറെ കഞ്ചാവിന്റെ ഇലയാണോ? അല്ല, പൊടി പട്ടി. അതിന്റെ പോലെ നീണ്ട് ഇങ്ങനത്തെ ഇലയാണ്. ചീനിയില അങ്ങനെ സ്പോട്ട്. അത് കാരണം ആരും ആയോണ്ട് എല്ലാവർക്കും അറിയാം കേട്ടോ. വൈകുന്നേരം ഒക്കെ നാളെ ഇവിടെ ഐസ്ക്രീം വണ്ടിയൊക്കെ വരും.